പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. യാക്കോബ് 2:17. നമ്മുടെ ജീവിതം വഴി യേശുവിന്റെ കയ്യൊപ്പ് വരിഞ്ഞവർ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ വിശ്വാസം ദൃഢമാക്കുവാൻ നമുക്ക് പുൽക്കൂട്ടിലേക്ക് മടങ്ങാം. സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് യേശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന്, കുന്തുരിക്കം, മീറ എന്നിവ അവന് കാഴ്ച സമർപ്പിച്ചു. പുൽക്കൂട്ടിൽ കിടക്കുന്ന ഉണ്ണിയുടെ പാദങ്ങളിൽ നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് സ്പർശിച്ച് അനുഗ്രഹങ്ങൾ നേടുവാൻ ഒരു സുന്ദര ക്രിസ്മസ് കൂടി കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്മസ് എന്നത് ഒരു സംഭവമോ ആഘോഷമോ ഓർമ്മയോ അല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. വീണ്ടും ജനിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നഷ്ടപ്പെടുത്തിയ സൗഹൃദങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, സ്നേഹത്തിലേക്ക് വീണ്ടും ജനിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ അവനെ സൗഹൃദങ്ങളും നന്മകളും സുഹൃതങ്ങളായി സമർപ്പിക്കുവാൻ നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് സാധിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്ക 2:7 പറയുന്നു, അവനെ വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സർവശക്തനായ ദൈവത്തിന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവിന് കാലിത്തൊഴുത്തിൽ വന്ന് പിറക്കാൻ മടിയുണ്ടായിരുന്നില്ല. മാലാഖമാരുടെ സാന്നിധ്യത്തിൽ ആ കാലിത്തൊഴുത്ത് സ്വർഗ്ഗതുല്യമായി മാറി. നമ്മുടെ ഹൃദയത്തിൽ അവന് സ്ഥലം കൊടുത്താൽ, നമ്മുടെ ഹൃദയത്തെ അവന് വിട്ടുകൊടുത്താൽ, കാലിത്തൊഴുത്തിന് തുല്യമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ അവൻ സ്വർഗ്ഗതുല്യമാക്കി തീർക്കും. ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗപിതാവിന്റെ മക്കളായി തീരും. മത്തായി 5:44. ഉണ്ണീശോയുടെ പിറവി തിരുനാളിനായി ഒരുങ്ങുന്ന നമുക്ക് ഉണ്ണീശോയ്ക്ക് പിറക്കാൻ പാകമാകുന്ന തരത്തിൽ നമ്മുടെ ഹൃദയവും മനസ്സും ഭവനവും ഒരുക്കാം. ജ്ഞാനത്തിലും പ്രായത്തിലും യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ നമുക്കും ഈശോയുടെ കൈപിടിച്ച് മുന്നേറാം. അങ്ങനെ ഉണ്ണീശോയ്ക്ക് പിറക്കാൻ പാകമാകുന്ന തരത്തിൽ നമ്മുടെ ഹൃദയവും ഭവനവും ഒരുക്കി നല്ലൊരു ക്രിസ്മസിനായി വരവേൽക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്നും നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന കുളിരേറുന്ന ഡിസംബർ കാലം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും പാഠങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ നൽകിക്കൊണ്ട് കൂട്ടിലെ പരിമിതികൾക്കുള്ളിൽ ജനിച്ച് ഉണ്ണി യേശുവിന്റെ മാതൃക അനുകരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണീശോയുടെ കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. താങ്ക് യു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം. എന്തെല്ലാം ആഘോഷങ്ങളുണ്ടായാലും എത്ര കേക്ക് മുറിച്ചാലും ക്രിസ്തു നമ്മിൽ പിറന്നാൽ മാത്രമേ ക്രിസ്തുമസ് ആവുകയുള്ളൂ.
ഉണ്ണീശ ഒന്നിൽ പിറക്കാത്തവർക്കൊന്നും ക്രിസ്തുമസ് ഇല്ല തന്നെ. ആഘോഷം ഒന്നുമില്ലെങ്കിലും ഉണ്ണീശ ഉള്ളിൽ പിറന്നവർക്കുള്ളതാണ് ക്രിസ്തുമസ്. ഈശോ നമ്മിലും നാം ഈശോയിലും പിറക്കുന്ന ഹാപ്പി ക്രിസ്തുമസ് ഏവർക്കും ആശംസിക്കുന്നു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യം. ആരാണ് ആ വെളിച്ചം? ഹൃദയവിശുദ്ധിയുള്ള നന്മ നിറഞ്ഞ ആട്ടിടയന്മാർക്കാണ് ആ വെളിച്ചമാദ്യമായി ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. അവരെപ്പോലെ ഹൃദയവിശുദ്ധിയുള്ളവരായി നന്മ നിറഞ്ഞവരായി നമുക്കും ആ വെളിച്ചത്തെ സ്വീകരിച്ച് നമ്മളിലൂടെ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 11-ാം വചനം. പ്രിയമുള്ളവരെ, ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്തുമസ്. മറ്റുള്ളവരെ വളർത്തുകയും അവരുടെ നന്മയിൽ സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നിടത്ത് ക്രിസ്തു ജനിക്കുന്നു. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവത്തിന്റെ വഴികൾ നിഗൂഢമാണ്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക, അതാണ് സന്മനസ്സിന്റെ അടയാളം. പരിശുദ്ധ അമ്മയെ പോലെ ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങുന്നവർക്ക് സമാധാനം ലഭിക്കൂ. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം പറയുന്നു: മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ഈ മംഗളവാർത്താ കാലത്ത് ഈശോ നമുക്ക് നൽകിയ വെളിച്ചം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നൽകുന്നവനാണ് സ്വീകരിക്കുന്നവനേക്കാൾ സന്തോഷവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ നാം മറ്റുള്ളവർക്ക് നൽകുന്ന സഹായം അതെന്തു തന്നെയായാലും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ കാറ്റ് വീശും. സ്വയം പകർന്ന് മറ്റുള്ളവർക്ക് നൽകാനായി ഈശോ കാലത്തൊഴുത്തിൽ പിറന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ സൃഷ്ടിച്ചവന്റെ പാദങ്ങളെ പിന്തുടരുവാൻ നമുക്ക് കഴിയട്ടെ. ഏവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. ഈശോമിശിഹായ്ക്ക് സ്നേഹത്തിന്റെ സന്ദേശവുമായി മണ്ണിനെ വിണ്ണിലേക്ക് അനയിക്കുവാനായുള്ള മാനവരക്ഷകന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് നാം എല്ലാവരും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപത്തിൽ നിന്നും മോചിപ്പിക്കും. അതെ, ജീവിക്കുന്ന രക്ഷകനും ജീവൻ നൽകുന്ന രക്ഷകനുമാവുന്ന യേശു ക്രിസ്തു. ആ ഒരു നാമത്തിലാണ് നാം എല്ലാവരും കുടികൊള്ളുന്നത്. പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനുമായി അവൻ വീണ്ടും ആഗതനാവുകയാണ്. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.
മാലാഖമാർ പാടി, അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. സമാധാനമില്ലാത്ത ജീവിതങ്ങൾക്ക് സമാധാനമായാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന അവസരത്തിലും അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. ലോകം നൽകുന്നത് പോലെയുള്ളതല്ല ഞാൻ നൽകുന്ന സമാധാനം. സമാധാന രാജാവായ ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ലോകം മുഴുവൻ സമാധാനം നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നാം ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ലോകരക്ഷകനായ ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ വിചാരത്താൽ, വാക്കാലും പ്രവൃത്തിയാലും സർവോപരി നമ്മുടെ നല്ല മാതൃകയാലും മറ്റുള്ളവരെയും ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെയുള്ള തൻ്റെ സഹന ജീവിത യാത്രയിലൂടെയാണ് നമുക്ക് രക്ഷ നേടിത്തന്നത്. ഈ രക്ഷയിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്ന നമ്മുടെ ദൗത്യം പൂർണ്ണമായി തീരുന്നത്. ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ മറുപടിയാണിത്. മറിയത്തിൻ്റെ ഈ വിനയവും വിധേയത്വവും മറിയത്തെ ദൈവമാതാവാക്കി. അതിലൂടെ രക്ഷകനായ ഈശോയെ നമുക്ക് ലഭിച്ചു. സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുവാൻ കാരണമായി. നമുക്കും ഈശോയോട് ഇപ്രകാരം പറയാം: ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ഈശോയുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിറവേറും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിശ്വാസവും വിനയവും വിശുദ്ധിയും അനുസരണവുമുള്ള ദൈവമക്കളായി ഞങ്ങൾ വളരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. ഈശോ എന്ന നാമത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് അവിടുത്തെ പ്രകീർത്തിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെ ദൈവപുത്രനായ ഉണ്ണീശോയെ പോലെ നാം ഓരോരുത്തരും ദൈവമക്കളായി തീരുവാൻ ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഏവർക്കും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആശംസകൾ. അവൾ തൻ്റെ ഏകജാതനെ പ്രസവിച്ചു, അവനെ തൊട്ടിൽ കിടത്തി. ലൂക്ക 2:7. 1000 പുൽക്കൂട്ടുകളിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തെ ദൈവം പിറന്നില്ലെങ്കിൽ എന്തു ഗുണം? ആയാൽ ഈശോയുടെ ഹൃദയത്തെ പുൽത്തൊട്ടിയാക്കാം. ക്രിസ്മസ് മംഗളങ്ങൾ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ മാതാപിതാക്കൾ ഈശോയെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. അവിടെ വെച്ച് ശിമയോൻ എന്നൊരാൾ ഈശോയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം തിരുവചനം. പ്രിയമുള്ളവരെ, ഈശോയെ കൈകളിൽ എടുക്കുവാനുള്ള ഭാഗ്യം ശിമയോന് മാത്രമുള്ളതാണോ? അനുദിനവും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നാം ഈശോയെയാണ് കൈകളിൽ എടുക്കുന്നത്. എൻ്റെ കൈകളിൽ ഇരിക്കുന്ന തിരുവോസ്തിയിൽ രക്ഷകനെ കാണുവാനും വിശുദ്ധ കുർബാന സ്വീകരണം യാന്ത്രികമാകാതെ നിത്യരക്ഷയ്ക്ക് ഉതകുന്ന സ്വർഗീയ നിമിഷങ്ങളാക്കി മാറ്റുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനം. ദാരിദ്ര്യ പിള്ളക്കച്ചയിൽ പിറന്നവന് നമ്മുടെ ഇത്തിരിയും ഒത്തിരി വിലപ്പെട്ടതാണ്. ആസ്തിയിലും ആഡംബരത്തിലും ആഹാരത്തിലും അധികാരത്തിലുമാണ് നമ്മൾ തൃപ്തി തേടുന്നതെങ്കിൽ അതൃപ്തിയോടെ നമുക്ക് ജീവിക്കേണ്ടി വരും. തുച്ഛമായവ കൊണ്ട് തൃപ്തിയടയാൻ ഈശോയെ ഞങ്ങളെയും പഠിപ്പിക്കണമേ. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 1:1. അനാദിയിലെ ദൈവമായവൻ വചനമായവൻ മനുഷ്യനു വേണ്ടി മാംസം ധരിച്ചതിൻ്റെ മഹനീയ രക്ഷാകര അനുസ്മരണമാണ് ക്രിസ്മസ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന ഒരു എളിയ പെൺകുട്ടിയുടെ ആത്മനൈർമല്യത്തോടുകൂടിയുള്ള പ്രത്യുത്തരത്തിനും വിധേയത്വത്തിനും മുമ്പിൽ ദൈവം മനുഷ്യനായി. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഓരോ പുൽക്കൂടൊരുക്കി വചനമാകുന്ന ദൈവത്തിന് പിറക്കുവാനുള്ള ഇടം നൽകാം. അങ്ങനെ 2024 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ മനുഷ്യാവതാരം വിശുദ്ധിയോടുകൂടി നമുക്കും ഏറ്റുവാങ്ങാം. ഏവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. യേശുവിന്റെ ഈ വാക്കുകൾ പ്രത്യാശയുടെയും മുൻപോട്ടുള്ള മാർഗനിർദ്ദേശത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. അനിശ്ചിതത്വത്തിന്റെയും നിരാശയുടെയും നിഴലുകൾക്കിടയിൽ യേശു നമ്മുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള അന്ധകാരത്തെ അകറ്റുകയും ചെയ്യുന്ന ഒരു നിത്യദീപമായി നിലകൊള്ളുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു നല്ല വെളിച്ചമായി തീരാൻ ശ്രമിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലോക രക്ഷകനായി കടന്നുവന്ന യേശുനാഥന്റെ ജനനം ലോകത്തെ അറിയിച്ചുകൊണ്ട് മാലാഖാവൃന്ദം ഒന്നുചേർന്ന് ആലപിച്ച ഗീതമാണ് ഈ വാക്യത്തിലൂടെ നാം കണ്ടുമുട്ടുന്നത്. സ്നേഹമുള്ളവരെ, ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതുമായി കടന്നുവന്ന യേശുനാഥനെ ലോകത്തിന് പറഞ്ഞുകൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നമ്മളുടെ ഹൃദയങ്ങളിൽ യേശുനാഥനെ സ്വീകരിച്ച് യേശുവിന്റെ സ്നേഹ സന്ദേശം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ എല്ലാവിധ നന്മകളും
പ്രാർത്ഥനാപൂർവം നേരുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. യേശുവിന്റെ ജീവിതവും ഉപദേശവും എല്ലാം ലോകത്തിന് സന്തോഷവും സമാധാനവും നൽകാൻ കഴിയുന്നവയാണ്. സകലർക്കും സന്തോഷം പ്രദാനം ചെയ്യുന്ന, സകലരെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആനന്ദം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഈ ക്രിസ്മസും ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ല നാളുകൾ സമ്മാനിക്കാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. എന്നെ ശക്തരാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. രക്ഷകന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിന് മുൻപിൽ രക്ഷയുടെ സദ്വാർത്തയെ മറിയത്തിലൂടെ ദൈവം ലോകത്തിലേക്ക് അയച്ചു. പ്രത്യാശയുടെ സുന്ദരമായ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ വളരുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. വിശുദ്ധ മത്തായി 2:10. അപ്പോൾ അവരുടെ സന്തോഷത്തിന്റെ കാരണം എന്താണ്? ഒരു വെളിച്ചം കണ്ടു എന്നതാണ്. ഏതാണ് ആ വെളിച്ചം? ആരാണ് ആ വെളിച്ചം? ഈശോയാണ് ആ വെളിച്ചം. ഈശോ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ക്രിസ്തുവിന്റെ ജനനം കൊണ്ട് ചരിത്രം രണ്ടാവുകയാണ്. ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിലൂടെ ഒരു പുതിയ നിയമം രൂപപ്പെടുകയായി. പാപികളായ നാം പാപബോധത്താൽ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനാകുന്നത്, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നത്. ബത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പ്രകാശിച്ച ആ വെളിച്ചം 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മളിലൂടെ, ഓരോ ക്രിസ്ത്യാനിയിലൂടെ ലോകത്തിന് പ്രകാശമായി മാറണം. ലോകത്തിന് സമാധാനമായി, സന്തോഷമായി, സ്നേഹമായി മാറണം. സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവർക്കും ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. ആദിയിൽ വചനമായിരുന്നവൻ കാലത്തിന്റെ പൂർത്തീകരണത്തിന് മാനവരാശിയുടെ രക്ഷയ്ക്കായി മനുഷ്യനായി പിറന്നപ്പോൾ ആ ദൈവ പൈതലിനെ കിടത്തുവാൻ യൗസേപ്പിനും മറിയത്തിനും ഒരു കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. കാരണം അവന് പിറക്കുവാൻ ആരും ഇടം നൽകിയില്ല. ഉണ്ണിമിശിഹായെ കിടത്തുവാൻ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മളെല്ലാവരും. 1000 പുൽക്കൂടുകളിൽ യേശു പിറന്നാലും എന്റെ ഹൃദയത്തിൽ അവൻ പിറക്കുന്നില്ല എങ്കിൽ എന്റെ ക്രിസ്തുമസ് ആഘോഷങ്ങളും ആചാരങ്ങളുമെല്ലാം വൃഥാവിലാകും. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന് പിറക്കുവാനുള്ള പുൽക്കൂടുകളായി ഒരുക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഭവനങ്ങളിലേക്ക് അവനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാണോ? അതോ യേശു ഇറങ്ങിപ്പോയ ഭവനങ്ങളാണോ നമ്മളുടേത്? അന്ധകാര ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്ന യുദ്ധങ്ങളുടെയും അശാന്തിയുടെയും ഈ കെട്ടകാലത്ത് വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത, സ്നേഹവും സാഹോദര്യവും നിറഞ്ഞ, ക്ഷമിക്കലിന്റെയും പൊറുക്കലിന്റെയും മനോഭാവമുള്ള എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്
യേശു മിശിഹായെ, ഉണ്ണി മിശിഹായെ നമുക്ക് സ്വീകരിക്കാം. ഏവർക്കും തിരുപ്പിറവിയുടെയും പുതുവത്സരപ്പിറവിയുടെയും സമാധാനവും ശാന്തിയും സന്തോഷവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. വരുവിൻ, നമ്മുടെ കർത്താവിന് ആരവമുതിർക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പു വിളിക്കാം. സങ്കീർത്തനം 95:1. ഈ വർഷത്തെ മംഗളവാർത്ത കാലത്തിന് വിശ്വാസ പരിശീലന കേന്ദ്രം പുതിയ ഒരു മുഖം നൽകി. ക്ലാസ് മുറികളിൽ മാത്രമല്ല, ഇടവക മുഴുവനും വ്യാപരിക്കേണ്ട ഒന്നാണ് ഈ പരിശീലനം എന്നതുകൊണ്ട് എല്ലാവരും, പ്രധാന അധ്യാപകൻ തുടങ്ങി പ്രധാന പ്രചോദകൻ വരെ എല്ലാവരും ഒരുമയോടെ ഹൃദയത്തിൽ സ്പർശിച്ച വചനങ്ങളെ ഇടവകയോട് ചേർന്നുള്ള വ്യാഖ്യാനങ്ങളുടെ എത്തിച്ചു. പുതിയ ഒരു ചിന്തയായിരുന്നു. ഇടവകപ്പള്ളിയുടെ പശ്ചാത്തലത്തിൽ വീടുകളിലെത്തിച്ച ഐക്കരപ്പറമ്പിൽ പ്രിൻസ് ലൂക്കോസ് പ്രത്യേകം പ്രശംസ അറിയിക്കുന്നു. വന്നു കിട്ടിയ വചനങ്ങളെ അപ്പോൾ തന്നെ ഹൃദയത്തിലാക്കി പങ്കുവയ്ക്കാൻ തയ്യാറായ കുട്ടികൾ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് തിരിച്ചറിയും. അവസാനം കയ്യൊപ്പ് വെച്ച അഭിന്യ വയലിങ്കിൽ പിതാവിനും ഇടവകയുടെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും പുതിയ ആശയങ്ങളുമായി വരാൻ കൃപയുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹം നേരുന്നു.